ഇത് ലൈറ്റ് ഇട്ട് നേരത്തെ വേറെ ഫീലാണ്. യെസ് ഓക്കെ, പല മോഡിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും ബെൻഡ് ചെയ്യാം ഈ മെറ്റീരിയൽ. നീളമാണെങ്കിൽ വരുന്നത് 10 അടിയിലാണ്. എന്തൊരു ഭംഗിയായിരിക്കും ഇത് അങ്ങോട്ട് വോളിൽ അപ്ലൈ ചെയ്ത്. ഇത് കൊള്ളാലോ. അപ്പം ഇതെല്ലാം നമുക്ക് ലിവിങ് റൂമിൻ്റെ അവിടെ ഇടാം, ഡൈനിങ്ങിൻ്റെ പോർഷനിൽ വോളിൽ ഇടാൻ പറ്റും. ഒരുപാട് ഇടാനല്ല, കുറച്ച് പോർഷൻ ഇട്ടാൽ മതി. പക്ഷെ ആ റൂമിൻ്റെ ഒരു അപ്പിയറൻസ് തന്നെ മാറിപ്പോകും. വീടിൻ്റെ ഇൻറ്റീരിയർ അതുപോലെ എക്സ്റ്റീരിയർ ഭംഗിയാക്കാൻ പല മെറ്റീരിയൽസും അന്വേഷിക്കാറുണ്ട്. ഏതെല്ലാമാണ് ലേറ്റസ്റ്റ് ട്രെൻഡ്, എങ്ങനത്തെ മെറ്റീരിയൽസ് ആണെന്നുള്ളത്. അതിനെല്ലാം പറ്റിയൊരു സൊല്യൂഷനായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഒരുപാട് മെറ്റീരിയൽസിൻ്റെ പരിചയപ്പെടുത്താൻ പോകണം, ലേറ്റസ്റ്റ് ട്രെൻഡിൽ വരാൻ പോകണം. നമുക്ക് ഏതെല്ലാം എന്ന് അറിയട്ടെ. സോ വെൽക്കം ബാക്ക് ടു ആഷ്ടെൻസ് കോൺസെപ്റ്റ്സ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ ജെയിൻ മാർക്കറ്റ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലാണ്. ഇവിടെ വിവിധ കമ്പനികളുടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഏതെല്ലാമാണ് ഇന്റീരിയറിനും എക്സ്റ്റീരിയറിനും നമുക്ക് പറ്റിയത്, പുതിയ ട്രെൻഡിൽ വരുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. പരേലെക്സി. ഇതില് ഇന്റീരിയറും എക്സ്റ്റീരിയറും വരുന്നുണ്ടോ? ഇത് നമുക്ക് സെമി എക്സ്റ്റീരിയർ ആണ്, ഫുൾ ഇന്റീരിയർ. സെമി എക്സ്റ്റീരിയർ സീലിംഗും ഒക്കെ, ബാക്കി വാളൊക്കെ ഇന്റീരിയർ. ഇത് വരുന്ന ഒന്ന് കാണിക്കാമോ? ഇതാണ് ഇതിന്റെ ഒരു 6 ഷെയ്ഡ് വരുന്നുണ്ട് നമുക്ക്. ഇത് ഇന്റീരിയറിന്റെ സീലിംഗ്, എക്സ്റ്റീരിയർ സീലിംഗ് ഒക്കെ. ഇതെന്താ മെറ്റീരിയൽ എന്താ വരുന്നത്? ഇത് പോളിമർ കോമ്പോസിറ്റ്. വുഡിന്റെ ഷെയ്ഡ്, ഒരു ഗ്രെയിൻസ് ഒക്കെ ശരിക്കും മനസ്സിലാവും. നാച്ചുറൽ വുഡിന്റെ ഒരു ഷെയ്ഡ് നമുക്ക് വേറെ. ഇതിന്റെ തന്നെ ഷെയ്ഡ് വ്യത്യാസം, പല ഷെയ്ഡുകളിലും സൈസിലും വ്യത്യാസമുണ്ട്. സൈസ് ഈ വ്യത്യാസമുണ്ട്. ഓക്കെ, ഇത് വേറെ ഷെയ്ഡ്. ഓക്കെ, ഇതെല്ലാം സീലിംഗ് മെറ്റീരിയൽ. നമുക്ക് ജിപ്സത്തിന് പകരം ചെയ്യാവുന്ന മെറ്റീരിയൽ. ജിപ്സം പോലെ ഫ്രെയിം വർക്ക് ചെയ്തിട്ട് നമുക്ക് അതിൽ സ്ക്രൂ ചെയ്ത് നമുക്ക് ഫിക്സ് ചെയ്യാം. നോർമൽ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ക്വാളിറ്റി ഉണ്ടല്ലോ, ക്വാളിറ്റി ഫീൽ ചെയ്യണം, സ്ട്രെങ്ത് ഉണ്ട്. ഇത് ലക്ഷറി ആണ്. ലക്ഷറി ഇതിൽ വരുന്നത് ഇത് കൊള്ളാം. നേരത്തെ ഉണ്ടായിരുന്നു നമ്മളെപ്പോഴും ഈ ക്വാളിറ്റി കുറവ് പൊട്ടിപ്പോടുന്ന അങ്ങനത്തെ 10 വർഷം വാറണ്ടി, കമ്പനി വാറണ്ടി 10 വർഷം കൊടുക്കുന്നുണ്ട് അല്ലേ? ഈ ഒരു ടാഗ് ലൈൻ തന്നെ ലക്ഷറി സർഫസ്. ലക്ഷറി സർഫസ്. ഇത് വോളിലും കൊടുക്കാം അല്ലേ? വോളിലും ചെയ്യാം. വോളിൽ ചെറുത് ഇതൊക്കെ വോളിൽ ചെയ്യാം. വോളിലും ചെയ്യാം. ഇതും ഫ്രൂട്ടഡ് വോളിൽ ചെയ്യാം. ഓക്കെ, ഇത് എവിടെയൊക്കെ യൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. ഇത് വോളിൽ, അതായത് നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയുന്നതാണ്, നമ്മുടെ ലിവിങ് റൂമിന്റെ വോളിൽ കുറച്ച് പോർഷനിലൊക്കെ ആണെങ്കിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സീലിംഗിലും ചെയ്യാം. ഇത് 2 പർപ്പസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയാണ്. ഇതെല്ലാം ഓരോ റൂമിന്റെ ഓരോ ഡിസൈൻ അനുസരിച്ച്. ഇപ്പം ഇത് വലിയ ഡിസൈൻ ആണെങ്കിൽ സീലിങ്ങിലാണ് ഏറ്റവും ഉചിതം. ചെറുത ടൈപ്പ് ആണെങ്കിൽ ഫ്ലോട്ടർ പാനല്, ചെറുതൊക്കെ ആണെങ്കിൽ ലിവിങ് റൂം, അതുപോലെ ഡൈനിങ് ഏരിയ, ബെഡ്റൂമിന്റെ ബെഡ് സൈഡിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇത് പുതിയൊരു പ്രൊഡക്റ്റ് ആണല്ലോ ഇവരുടെ. ഇത് ഫ്ലെക്സിബിൾ ടൈപ്പ് ആണല്ലോ. ഇത് പാരയുടെ തന്നെ അല്ലേ? ഓ യെസ്. ഇതിപ്പോ ബെൻഡ് കർവ്ഡ് ആയിട്ടുള്ള ഷേപ്പിലേക്ക് നമുക്ക് സർഫസിൽ എടുക്കാൻ പറ്റും. ഡയറക്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. ബാക്കിൽ നമുക്ക് പ്ലൈവുഡിന്റെ ആവശ്യമില്ല, ഡയറക്റ്റ് യൂസ് ചെയ്യാം. ഇതെന്താ മെറ്റീരിയൽ? എന്താണ്? ഇതെല്ലാം പോളിമർ കോമ്പോസിറ്റ്. ഇതെന്താ സൈസ് എത്ര വരുന്നത്? ഇത് 10 അടി ലെങ്ത്, 19 സെന്റിമീറ്റർ വീതി വരും അല്ലേ? ഓക്കെ, എങ്ങനെ വേണമെങ്കിലും ബെൻഡ് ചെയ്യാം ഈ മെറ്റീരിയൽ. നീളമാണെങ്കിൽ വരുന്നത് 10 അടിയിലാണ്. 10 അടിയിലോ? 10 അടി വരുന്നത്. നമുക്ക് പിന്നെ ബേസ് ഒന്നും വേണ്ട, ഡയറക്റ്റ് സ്ക്രൂ ചെയ്യാം. ഒരു ബേസ് വേണ്ട ആവശ്യമില്ല. ഏത് ഷേപ്പിലേക്ക് മാറ്റി ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം. ലോക്ക് ചെയ്ത് നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. പറഞ്ഞ ബ്രാൻഡിന്റെ വേറെ കുറച്ച് മോഡൽസ് ഉണ്ട്. ഇതൊരു ബീച്ച് വുഡ് അല്ലെങ്കിൽ വൈറ്റ് ഓക്ക് എന്നൊക്കെ പറയുന്ന വുഡ് ടൈപ്പിലുള്ളതാണ്. നല്ല കളേഴ്സ്. ഇത് ലൂവേഴ്സ് പാറ്റേൺ പോലെയുള്ള ലൂവേഴ്സ് പാറ്റേൺ അല്ലേ? ഇതിൽ നീളം ലെങ്ത് എത്ര സൈസ്? 10 അടി. വീതി വരുന്നത് 1 ഫീറ്റ് ആണ്. 1 ഫീറ്റ്. ഓക്കെ, ഇത് കൊള്ളാം. ലൂവേഴ്സ് പാറ്റേൺ ഇത് തന്നെ കൊള്ളാലോ. ഇതൊക്കെ നമ്മുടെ ലിവിങ് റൂമില് ഡൈനിങ് ഏരിയയിലൊക്കെ കുറച്ച് പോർഷൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അതുപോലെ ബെഡ്റൂമിന്റെ കോട്ടിന്റെ ബാക്ക് സൈഡിൽ ഇപ്പൊ ഇതെല്ലാം കുറച്ച് പോർഷനിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇതും അതെ, 2-3 ഷെയ്ഡിൽ വരുന്നുണ്ട്. ബ്ലാക്ക് ഷെയ്ഡായിട്ട് കയറി വരുന്നുണ്ട്.
ഇത് കൊള്ളാം. ഡുവൽ ടോൺ ആയിട്ട് വരുന്നു. ഈ സെക്ഷനും ഇതിന്റെ ഒപ്പം അവൈലബിൾ ആണല്ലേ? ഇത് ഒറ്റ പീസാണ്. ഒറ്റ പീസാണല്ലോ. ലോക്കൽ ഇവിടെയാണ്. വരയുടെ ഫുൾ എക്സ്റ്റീരിയറിൽ വരുന്ന മെറ്റീരിയൽ ആണ്. ഓക്കെ, ഇതെല്ലാം ഫുൾ എക്സ്റ്റീരിയർ ആണ്. നമ്മുടെ എക്സ്റ്റീരിയറിൽ വെയിലും മഴയും കൊണ്ടാലും പ്രശ്നമില്ലാത്ത മോഡൽസ് ആണ് അതെല്ലാം. ഇനി നമുക്ക് ഈ ഇന്റീരിയറിൽ തന്നെ ലൈറ്റ് പാസ് ചെയ്യുന്ന കുറച്ച് മെറ്റീരിയൽസ് എന്തായാലും കാണാം. നോക്കിയേ, വുഡൻ ഷെയ്ഡുള്ള നല്ല ഗ്രൂസ് ഉള്ള ഒരു പാറ്റേൺ, ബേൺ എന്നൊക്കെ പറയാം. ഇതിന് ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ വേറൊരു ടോണിലാണ് വരുന്നത്. നമുക്ക് ലൈറ്റ് ഒന്ന് ഓണാക്കോ. നോക്കിയേ, പല മോഡിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ വീടിൻ്റെ ഇന്റീരിയറിൽ ലിവിങ് റൂം, അതുപോലെ ഡൈനിങ് റൂം, അതുപോലെ ഓഫീസ് സ്പേസിലൊക്കെ ആണെങ്കിൽ റിസപ്ഷൻ ഏരിയയിലൊക്കെ ഇത് ഇടാൻ പറ്റും. അപ്പോൾ ഇതിന് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് ഏതെല്ലാം ഒന്ന് നോക്കാം. വളരെ മനോഹരമായിട്ടുണ്ട്. അപ്പം ഇത് ഏത് സൈസിലാണ് വരുന്നത്? 8x4 സൈസിലാണ് വരുന്നത്. 8x4 നമുക്ക് ഇപ്പോൾ ഉള്ളത്. 8x2 കുറച്ച് ഷെയ്ഡ്സ് ഉണ്ട്, അവൈലബിൾ ആണല്ലേ? യെസ്, ഓരോന്നും ഓരോ ഷെയ്ഡാണ് വരുന്നത്. കൊള്ളാം, നന്നായിട്ടുണ്ട്. അടുത്ത നോക്കി, വൈറ്റ് ലൈറ്റ് ആണ്, പക്ഷെ ചില സ്റ്റോൺ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നേരത്ത് വേറെ ഫീലാണ്. സൂപ്പർ ആയിട്ടുണ്ട്. ഇങ്ങനെ ലൈറ്റ് ഇല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും, ലൈറ്റ് ഇട്ട് ചെയ്യുന്ന നേരത്ത് വേറെ ഫീലാണ്. യെസ്, ഓക്കെ, പല മോഡിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഉണക്കി. യെസ്, വേറെ ഫീലാണ്. ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ വേറൊരു ഷെയ്ഡിലേക്ക് വരും. ഇത് വേറെ കളറാണ്, ലൈറ്റ് ഗ്രീൻ. ഡെക്കോണിക്സ്, ഇതാണ് ആ കമ്പനി, ലൈറ്റ് പാസ് ചെയ്യുന്ന മെറ്റീരിയൽസ്. അടുത്തത് ഇന്റീരിയറിൽ തന്നെ നമ്മുടെ വാളിൽ പാനൽ ചെയ്യാൻ പറ്റിയ കുറച്ച് ഐറ്റംസ്. ചാർക്കോൾഡ് മെറ്റീരിയൽസ് ആണ്. ഒരുപാട് ഷെയ്ഡ് ഉണ്ട്. അതിൻ്റെ കമ്പനിയാണ് മറിയ ഡെക്കോർ. ഇത് കൊള്ളാല, ഒരുപാട് നല്ല ഷെയ്ഡുകൾ ഉണ്ടല്ലോ ഇന്റീരിയറിന് വരുന്നത്. ഇത് ഫ്ലൂട്ടഡ് പാനൽ ടൈപ്പും വരുന്നുണ്ട്. ഇത് ഗോൾഡൻ പ്ലേറ്റഡാ, ഫിനിഷിംഗ് വരുന്നുണ്ട്. മൾട്ടി കളർ വരുന്നുണ്ട്, സോളിഡ് കളേഴ്സ് വരുന്നുണ്ട്. ഇത് സൈസ് എത്ര വരുന്നത്? സൈസ് നമുക്ക് 8 ഫീറ്റ് ഹൈറ്റും 12 സെന്റിമീറ്ററും എടുത്ത സ്റ്റാർട്ടിങ് വരുന്നത്. ഓക്കെ, ഇത് കൊള്ളാലോ, നല്ല ഭംഗിയുണ്ടല്ലോ. ഇതെല്ലാം ഫുള്ളി ചാർക്കോളിൽ വരുന്നതല്ലേ? എല്ലാം ഫുള്ള് ചാർക്കോൾ. കാരണം ഇന്റീരിയർ പർപ്പസിന് പറ്റുള്ളൂ, എക്സ്റ്റീരിയറിന് ഒട്ടും പറ്റില്ല. പക്ഷെ നല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിനൊക്കെ. ഇത് 10 അടി ഹൈറ്റിൽ വരുന്നുണ്ടല്ലേ? നമുക്ക് 8 ഫീറ്റ് ഹൈറ്റ് ആണ്. 8 ഫീറ്റും പിന്നെ 9.5 വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ തന്നെ മറിയുടെ കുറഞ്ഞ വേറെ. ഇത് കൊള്ളാലോ. അപ്പൊ ഇതെല്ലാം നമുക്ക് ലിവിങ് റൂമിന്റെ അവിടെ ഇടാം. ഡൈനിങ്ങിന്റെ പോർഷനിൽ വാളിൽ ഇടാൻ പറ്റും. ഒരുപാട് ഇടാനല്ല, കുറച്ച് പോർഷൻ ഇട്ടാൽ മതി. പക്ഷെ ആ റൂമിന്റെ ഒരു അപ്പിയറൻസ് തന്നെ മാറിപ്പോകും. അത്ര ലുക്കായിരിക്കും സംഭവം. അതുപോലെ ബെഡ്റൂമിന്റെ കോട്ടന്റെ ബാക്ക് സൈഡിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ നോക്കിയൊരു പ്രത്യേക ഫീലാണ്. അല്ല, ഇപ്പൊ ഏതെടുക്കുമെന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. നല്ല നല്ല മോഡൽസ് ആണ്. വുഡൻ ഫിനിഷിങ് വരുന്നല്ലേ? ഓക്കെ, അത് വേറെ ടൈപ്പ് മോഡൽ. ഇതൊക്കെ ഒരു റോയൽ ലുക്ക് തോന്നുന്നുണ്ട് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ. ലിവിങ് റൂമിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് റോയൽ ഫീലാണ്. ബ്ലാക്കും ഗോൾഡൻ ലൈൻസും വന്നു പറഞ്ഞാൽ ഇതിൻ്റെ അടുത്ത സെക്ഷൻ ഇങ്ങനെ ചേർത്ത് വയ്ക്കുക. ഇതൊരു ലുക്കാണ്. ഇതെല്ലാം നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് ലിവിങ് റൂമിന്റെ ഒരു പാറ്റേൺ നമ്മൾ തന്നെ തിരഞ്ഞെടുക്കണം. അല്ലെങ്കിൽ ഇന്റീരിയർ ഡിസൈനിന്റെ സേവനം നമുക്ക് നോക്കാവുന്നതാണ്. ഒരുപാട് ഷെയ്ഡുകൾ ഉണ്ടല്ലോ നിങ്ങൾക്ക്. അതെ, നമുക്കിപ്പോ നേരത്തെ പറഞ്ഞില്ല 9.5, ഇത് 9.5 ഹൈറ്റിൽ വരുന്ന നമുക്ക് ഒരു വാൾ ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കാം. 9.5 1 ഫീറ്റ് എടുത്ത് വരുന്ന അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻസ് ആയത്. ഓ കൊള്ളാം, ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു മെറ്റാലിക് ഫീല്. അതെ, ഫിനിഷിട്ട് ഒന്നും ചെയ്യണ്ട, നമുക്ക് ഗമ്മ വെച്ച് വെറുതെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് പരിപാടി കഴിയും ഇന്റീരിയർ. ഇപ്പൊ വീടിന്റെ ഹൗസ് വാമിങ്ങിന്റെ അടുത്ത് വരുമ്പോ ആ ഒരു സമയത്തേക്ക് പെട്ടെന്ന് ചെയ്താൽ മതി. ഇത് അതേപോലെ തന്നെ ഫ്ലൂട്ടഡ് പാനല് 9.5 × 6 ഇഞ്ച് 6 ഇഞ്ച് എടുത്ത് വരുന്ന ഫ്ലൂട്ടഡ് പാനൽസ്. ഓക്കെ, കൊള്ളാം. അതിന്റെ തന്നെ കുറെ കളക്ഷൻസ് ഉണ്ട്. ഇനി ഒന്ന് ലോക്ക് വരും, ഇന്റർലോക്കിങ് വരും. നമുക്ക് അറിയത്തില്ല എവിടെ ലോക്ക് എവിടെയെന്ന് അറിയത്തില്ല. നന്നായിട്ടുണ്ട്.
ചാർക്കോൾ പാനൽസ് വരുന്നുണ്ട്, അതുപോലെ ഫ്ലാറ്റ് ടൈപ്പ് ആണ്. 4mm thickness, 4mm thickness ഉള്ളു അല്ലേ? 8x2 സൈസ്, 8x4 സൈസ്. നമ്മുടെ സാധാരണ പ്ലൈവുഡിന്റെയും ലാമിനേഷന്റെ ഒക്കെ സൈസിൽ വരുന്നത് അല്ലേ? ഇത് കൊള്ളാലോ. വലിയ ഷീറ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് പറ്റിയതാണ്. എല്ലാം നമുക്കിവിടെ സ്റ്റോക്ക് ഉണ്ട്, എല്ലാത്തിന്റെയും സ്റ്റോക്ക് ഉണ്ട്. ഇന്ന് ഡെക്കറേറ്റീവ് ബീഡിങ്സ്. അതെ. അപ്പൊ ഇതിന്റെ സൈഡിൽ ഇന്റീരിയർ ഒക്കെ ചെയ്യാൻ നേരത്ത് ഇതെല്ലാം നേരത്തെ കാണിച്ചൊക്കെ ഫിക്സ് ചെയ്യാൻ നേരത്ത് അതിന്റെ സൈഡിൽ വെക്കാൻ പറ്റിയ ഐറ്റമാണ്. അപ്പൊ ഇത് ഒരു കംപ്ലീറ്റഡ് ആവും. ഒരു ഇന്റീരിയറിന്റെ പാനലിംഗ് ഒക്കെ ചെയ്ത് ചെയ്യാൻ നേരത്ത്, വാൾ പാനൽ ചെയ്യുന്ന നേരത്ത് സൈഡിൽ വെച്ചാൽ പെർഫെക്ഷൻ ആവും കറക്റ്റ്. അല്ലെങ്കിൽ ആ ജോയിന്റ് അതുപോലെ സൈഡ് എൻഡിങ് ഒക്കെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും കറക്റ്റ് ആക്കണമെങ്കിൽ ഈ ഐറ്റംസിന്റെ ആവശ്യമാണ്. കൊള്ളാം. ഇത് വെനിയർ വരുന്നല്ലേ? അതെ, ഡെക്കറേറ്റീവ് വെനിയർ. പോളിഷ് ചെയ്ത് തന്നെ എന്തൊരു ലുക്കായിരിക്കും. ശരിക്കും ക്രോക്കഡൈലിന്റെ സ്കിന്നിന്റെ ആ ഒരു ഫീലാണ് വരുന്നത്. അതെ, ഇത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഷെയ്ഡ്. 8-4 സൈസിലല്ലേ? അതെ അതെ. ഇപ്പൊ ഈ ഇന്റീരിയറിന് യൂസ് ചെയ്യുന്ന പാനൽസിന്റെ 1 ഫീറ്റ് വിഡ്ത്തും അതുപോലെ 8 ഫീറ്റ് ആണ്. 8 ഫീറ്റ് ഹൈറ്റിൽ വരുന്നതാണ്. അപ്പൊ ഇതൊക്കെ ലിവിംഗ് റൂമിൽ ഇടാൻ പറ്റിയാണ്. അപ്പൊ ഇതിന്റെ ഫുൾ സൈസാണ് ഈ കാണുന്നത്. എന്തൊരു ഭംഗിയായിരിക്കും ഇതങ്ങോട്ട് വോളിൽ അപ്ലൈ ചെയ്തതിന്. റിച്ച് ലുക്ക് വേണം. വെനിയറിൽ ഡിസൈൻ ടൈപ്പ് വരുന്നുണ്ടല്ലോ, CNC ഡിസൈനുള്ള. അതെ, 8mm thickness ബോയിലർ ബോർഡിൽ ഒട്ടിച്ച് വെനിയർ വരുന്നതാണ്. വേറെ ഒന്നും ചെയ്യാനില്ല, ഫിക്സ് ചെയ്യുക, പോളിഷ് ചെയ്യുക. അതെ, ഇത് കൊള്ളാല. ഇങ്ങനത്തെ ഒരുപാട് ഷെയ്ഡ് ഉണ്ട്. അതിന്റെ എല്ലാ വുഡിലും എല്ലാ വെനിയറിലും കിട്ടും. എല്ലാ വെനിയർ മീൻസ് ടീക്കൂട്ടിന്റെ വൈറ്റ് ഓക്ക് എല്ലാ വുഡിലും നമുക്ക് കിട്ടുന്നത്. അടുത്ത ഏതാണ് ഷെയ്ഡ്? ഇത് പിന്നെ പെയിന്റഡ് ആയിട്ടും കിട്ടി. ഇതൊന്നും ഫിനിഷ് ഒന്നും ചെയ്യണ്ട, റെഡി ടു ഫിക്സ്. പെയിന്റഡ് ആയിട്ട് വരുന്ന വിനീർ തന്നെ, നാച്ചുറൽ വിനീറ. ഒരു ഗ്ലോസി ഫിനിഷിംഗ് വരുന്നത്. അതെ, കൊള്ളാം. മറ്റൊരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കിച്ചൺ ക്യാബിനറ്റ്, വാർഡ്രോബ്. ഇവിടെ എല്ലാം സാധാരണ ലാമിനേഷൻ ആണ് ചെയ്യുന്നത്. അതിന് പറ്റിയൊരു പ്രൊഡക്റ്റ് ആണ് അക്രലിക് ഷീറ്റുകൾ. അക്രലിക് ഷീറ്റിന്റെ പല വെറൈറ്റീസിൽ വരുന്നുണ്ട്. പ്ലെയിൻ വരുന്നുണ്ട്, കൊറുഗേറ്റഡ് വരുന്നുണ്ട്, അങ്ങനെ പല ടൈപ്പ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് ഏതെല്ലാമാണെന്ന് നോക്കാം. ഇപ്പൊ സ്കൈലൈറ്റിന്റെ ആളാണ്. ഇപ്പൊ എന്താണ് സ്കൈലൈറ്റിന്റെ ഈ പ്രൊഡക്റ്റുകളുടെ പ്രത്യേകത എന്താണ്? ഇന്ന് മാർക്കറ്റിൽ അക്രലിക് എന്ന പേരിൽ ഒരുപാട് പ്രൊഡക്റ്റ് കിട്ടാനുണ്ട്. നമ്മുടെ അക്രലിക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ പ്രൊഡക്ഷനാണ്, ഇമ്പോർട്ടഡ് അല്ല. നമ്മൾ ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന അക്രലിക്കാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു കൊറുഗേറ്റഡ് സംഭവം അല്ലേ? ഇതൊരു ഫ്ലൂട്ടഡ് ആയിട്ട് വരുന്ന റേറ്റ് ആണ്. 3.5 വരുന്നുണ്ട്, 2.5 വരുന്നുണ്ട്. ഇതിനൊരു മാർബിൾ ഡിസൈൻസും കൊടുത്തിട്ടുണ്ട്. മാർബിൾ ഡിസൈൻസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ തന്നെ 2.5 നല്ല ഗ്ലിറ്ററിങ് ആയിട്ടുള്ള ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഗോൾഡൻ ഷെയ്ഡ് വരുന്ന രീതിയിൽ നമുക്ക് 8x4 അക്രലിക് വരുന്നത്. അതിൽ തന്നെ തിക്നെസ് ആണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. നോർമൽ നമ്മളെ ഫ്ലൂട്ടഡ് ഒക്കെ ആണെങ്കിൽ 2.5 3.5 ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നുണ്ട്. സോളിഡ് ഒക്കെ ആണെങ്കിൽ 1.5 ആണ്, പക്ക 1.5 ആണ് തിക്നെസ് വരുന്നത്. നമ്മൾ ഗ്ലാസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നില്ലേ, ആ ഒരു ഫീല് നമുക്കിത് വെക്കാൻ പറ്റും. ഗ്ലാസ് ആകുമ്പോൾ പലപ്പോഴും ചെറിയ കുട്ടികളൊക്കെ ഉള്ള ഏരിയ ആണെങ്കിൽ ബ്രോക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതാകുമ്പോൾ കുറച്ചും കൂടി സേഫ് ആണ്, എന്നാൽ ആ ഒരു ഫീലിംഗ് കിട്ടും. ഇത് സാധാരണ സ്റ്റിക്ക് ചെയ്യുന്ന പോലെ തന്നെ സാധാ നമ്മുടെ സാധാ ലാമിനേഷൻ സ്റ്റിക്ക് ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റും. തിക്നെസ് ഏതെല്ലാം വരുന്നുണ്ട് സൈസിൽ? ഇതിൽ 3.5 മാത്രമേ. 3.5 വരുന്നത്. ഇത് നമ്മൾ പ്ലൈവുഡിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന രീതിയിലാണ്. നമുക്ക് പ്ലൈവുഡിലേക്ക് ചെയ്യാം. പ്ലൈവുഡ് അല്ല, അക്രലിക് എപ്പോഴും പറയുന്നത് ഒന്നെങ്കിൽ HDF, അതുപോലെ ബിർച്ച് പ്ലൈ, ആ ഒരു, കാരണം അതിന്റെ സർഫേസ് എപ്പോഴും നല്ല ഫിനിഷിംഗ് ഉണ്ടായിരിക്കണം, ലെവലിംഗ് കറക്റ്റ് ആയിരിക്കണം സർഫേസ്. ഇപ്പോൾ കാലിബ്രേറ്റഡ് പ്ലൈവുഡ് എന്ന് പറയുകയാണെങ്കിലും നമുക്ക് ഏറ്റവും ഉത്തമമായിട്ട് നമ്മൾ പറയുന്നത് HDF തന്നെയാണ്. ക്ലിയർ ആയിട്ട് കിട്ടും. കാരണം അക്രലിക്കിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ പ്രൊഡക്ഷനൊക്കെ പക്കയായിട്ട് വന്നു കഴിഞ്ഞാലും ഇത് അസംബിൾ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഹീറ്റെക്സ് പോലത്തെ ഗമ്മ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കാലിബ്രേഷൻ നല്ല കാലിബ്രേറ്റ് അല്ലാതെ സർഫേസിൽ ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ അതിന് വേവിനെസ് വരാനും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും വരും. മാർബിൾസ് തന്നെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. ഇതിനൊക്കെ പുറമെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു എന്താ പറയുക USB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെയിം കളറിലുള്ള ഈ സെയിം ഇതിൽ വരുന്ന എഡ്ജ് ബാൻഡ് അവൈലബിൾ ആണ്. അതും 1.5 mm തന്നെ എഡ്ജ് ബാൻഡ് അവൈലബിൾ ആണ്. സെയിം എഡ്ജ് ബാൻഡ് നമുക്ക് അവൈലബിൾ ആണ്.
ഓക്കെ ഓക്കെ. അപ്പൊ ആ ഒരു പെർഫെക്ഷൻ, ആ സെയിം പെർഫെക്ഷൻ ഉണ്ടാവും. അതിപ്പോൾ ഈ ഒരു ഐറ്റം ആണെങ്കിൽ ഇപ്പോൾ SL4004 എന്ന് പറഞ്ഞ ഐറ്റം ആണെങ്കിൽ ഇതിൻ്റെ തന്നെ 1.5, ഇത് വരുന്ന 1.5 ആണ്. അതേ 1.5 തന്നെ എഡ്ജ് ബാൻഡും അവൈലബിൾ ആണ്, കിട്ടും, നമ്മുടെ ഇവിടെ തന്നെ കിട്ടും. പലപ്പോഴും അതിന്റെ എഡ്ജിങ് പെർഫെക്ഷൻ ഇല്ലെന്നൊക്കെ പറഞ്ഞ ഒരു പരാതിയാണ്. അതെ അതെ. പിന്നെ ഈ ഒരു ഐറ്റം ഈ ഡുവൽ ക്ലാസിക് മെറ്റാലിക് എന്ന് പറഞ്ഞാൽ ഒറ്റ ബോർഡിൽ തന്നെ 2 കളേഴ്സ് ആഡഡ് ആണ്. അതുപോലെ തന്നെ ഒരു USB എന്ന് പറയുന്നത് മെറ്റാലിക് ഡുവൽ കളർ എന്ന് പറഞ്ഞൊരു ഐറ്റം വരുന്നുണ്ട് സ്കൈലൈനിന്. അത് മെയിനായിട്ട് എന്ന് വെച്ചാൽ ഒറ്റ അക്കറിലേക്ക് തന്നെ ഡുവൽ കളേഴ്സ് ആയിട്ട് വരും നമ്മുടെ ആ ഒരു ഷെയ്ഡ് ഫിനിഷിങ്. അത് ശരിക്കും ഫുൾ ബോർഡിലാണ് അത് ശരിക്കും ഫീൽ ചെയ്യുക. കിച്ചൺ ക്യാബിനറ്റ് ഷട്ടേഴ്സിനൊക്കെ പറ്റിയ. അതെ, നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുമ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു കളർ വേരിയേഷൻ ആയാലും ഇങ്ങനെ വരും. 2 കളേഴ്സ് ആഡഡ് ആയിരിക്കും വരാം. അത് 3 ഷെയ്ഡ്സ്. അതെ, ഇത് വേറൊരു പ്രൊഡക്റ്റ് ഇപ്പോൾ നിലവിലില്ല. സ്കൈലൈറ്റിന് മാത്രമേ. അതെ, സ്കൈലൈറ്റിന് മാത്രമേ ഉള്ളൂ. ഉള്ളൂ. അതിന് സോളിഡ്സ് ആണെങ്കിൽ ഏറ്റവും മൂവിങ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട്. ഏറ്റവും മൂവ്മെന്റ് ഉള്ള കളേഴ്സ് ആണ് ഇതൊക്കെ വരുന്നത് സോളിഡ്സിൽ. ഇത് സ്ക്രാച്ച് പ്രൂഫ് എങ്ങനെയാണ് ഇതിന്റെ? ഇത് 6H സ്ക്രാച്ച് അക്കറിലേക്കാണ് വരുന്നത്. 6H ആയതുകൊണ്ട് തന്നെ ചെറിയ സ്ക്രാച്ച് വന്നതിനെ നമുക്ക് റബ്ബ് ചെയ്തിട്ട് നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും. നോർമലി നമ്മുടെ ഫിംഗർ നഖത്തിന്റെ ഒക്കെ അങ്ങനെയൊക്കെ വന്നതിനാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഗ്ലിറ്ററിംഗ് ടൈപ്പാണുള്ളത്. ആ ഗ്ലിറ്ററിംഗ് സ്പാർക്കിൾ എന്ന് പറയുന്ന ഒരു സീരീസ് ആണത്. ഓക്കെ. അതിൽ തന്നെ കുറച്ച് അധികം സീരീസ് ഉണ്ട്. പിന്നെ മാറ്റ് ആയിട്ടും വരുന്നുണ്ട്. മാറ്റ് എന്ന് പറയുമ്പോൾ നല്ല മാറ്റ് ഫിനിഷിംഗ്, ടച്ച് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഫീൽ കിട്ടും. ഓക്കെ. ഒരു മിറർ ടൈപ്പ് അല്ലേ? അതെ അതെ അതെ. നല്ല മിറർ ഫിനിഷിംഗ് വരുന്ന ആ ഒരു മിറർ ലെവൽ. എന്നാൽ ആക്ച്വലി നമ്മൾ മിററിന്റെ ഇത് കിട്ടില്ലെങ്കിലും സാധാരണ നോർമൽ ലാമിനേറ്റിനെക്കാട്ടിയും ബെറ്റർ ആയിട്ട് നല്ല ഫിനിഷിംഗ് ഉണ്ടാവും. അതെ അതെ. അതുപോലെ ഈ പാർട്ടീഷനൊക്കെ വരുമ്പോൾ സെന്ററിൽ എന്തെങ്കിലും ഒരു ഡിസൈൻ കൊടുക്കണമെങ്കിൽ ഇത് ആഡ് ചെയ്യലുണ്ട്. അതെ അതെ അതെ. ഇതിനും സൈസ് എങ്ങനെ വരുന്നത്? 8x4 തന്നെ സൈസ് വരുന്നത്. 1.5 mm ആണ് തിക്നെസ് വരുന്നത്. അക്കർലിക്കിന്റെ ഈ ഐറ്റം എന്ന് പറയുന്നത് നമ്മള് ഈ ലിവിംഗ് റൂമിലൊക്കെയാണെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്ക് പാനൽ ചെയ്യാൻ പറ്റും. നല്ലൊരു റോയൽ ഫീല് കിട്ടും, ലക്ഷറി ഫീലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചാൽ. ഇത് വെച്ചിട്ടാണ് ഇപ്പൊ ഈ ഒരു പാറ്റേൺ അവർ കൊണ്ടുവന്നേക്കുന്നത്. ഒരു റിച്ച് ലുക്ക് തോന്നാൻ ഇതൊക്കെ ധാരാളമുണ്ട്. നമ്മളിപ്പോൾ കാണിച്ച മെറ്റീരിയൽസിൻ്റെയൊക്കെ ഒന്നിൻ്റെയും റേറ്റ് പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ പലരും ആലോചിക്കാറുണ്ട് ഇതിൻ്റെയൊക്കെ റേറ്റ് എന്താണ് പറയാത്തത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ജെയിൻ മാർക്കറ്റിംഗ് ആണ് ഈ ഇതിൽ മെറ്റീരിയൽസിൻ്റെയൊക്കെ മാർക്കറ്റിംഗ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ഇപ്പം കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഈ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ഡീലേഴ്സ് ത്രൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ മെറ്റീരിയൽസിനെ കുറിച്ച് റേറ്റും അതിൻ്റെ ക്വാണ്ടിറ്റിനെ കുറിച്ചും അവൈലബിലിറ്റിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള ഡീലേഴ്സിനടുത്ത് ഈ പ്രൊഡക്ട്സിൻ്റെ കമ്പനീനെ കുറിച്ച് ബ്രാൻഡിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സകല ഡീറ്റെയിൽസും പ്രൈസും അറിയാൻ പറ്റും. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കേരളത്തിൽ തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെയുള്ള അതിന് റേറ്റുകൾക്ക് വ്യത്യാസം ഉണ്ടാവും, ഡീലേഴ്സിന് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ കൊച്ചിയിലുള്ള ഈ മാർക്കറ്റിംഗ് ഏജൻസിയിൽ വന്നാലും നമുക്കിതിൻ്റെ റേറ്റും കാര്യങ്ങളും അറിയാൻ പറ്റും. പക്ഷെ ഓരോ ജില്ലയിലും നമ്മൾ എറണാകുളത്ത് തന്നെ ഒന്നും മേടിക്കണമെന്നില്ല. അതാത് ജില്ലകളിലും ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഉണ്ട്, ഡീലേഴ്സും ഉണ്ട്. അവിടെ നിന്നും ഇത്തരം മെറ്റീരിയൽസും റേറ്റ് അറിഞ്ഞ് കണ്ട് മനസ്സിലാക്കി മേടിക്കാവുന്നതാണ്. സോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും വരാം.